ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ് ആണല്ലോ. അത് 1-to-1 കമ്മ്യൂണിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം, അല്ലെങ്കിൽ എൻ്റെ പർച്ചേസറോടോ എൻ്റെ സെല്ലറോടോ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആവാം, എൻ്റെ സ്റ്റാഫിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം. കുറച്ചുകൂടി വളരുമ്പോൾ നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസറാണ് നമ്മൾ. ഇന്നലകളിൽ കച്ചവടം എന്നതെന്താ? ഒരു കവലയിൽ ഒരു കടയുണ്ടാവും, ആ കടയിൽ കൗണ്ടർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, അതിൻ്റെ കൗണ്ടറിൽ അതിൻ്റെ മുതലാളി ഉണ്ടാവും. അവിടെ നമ്മൾ ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ ആ മുതലാളിയുടെ മുഖം നമ്മൾ സ്ഥിരവും കാണുന്നുണ്ട്. മുതലാളി വലുതായിട്ട് കുറച്ചൊന്നും തിന്നിട്ടില്ലെങ്കിലും നമുക്ക് മുതലാളി ഉണ്ടെങ്കിൽ നമ്മൾ സാധനം വാങ്ങും. പലപ്പോഴും മുതലാളി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുറകിലോട്ട് പോകും. ഇതുപോലെ കാലം മാറി. ആ കവലയിൽ നിന്ന് ലോകമൊരാഗോള ഗ്രാമമായി മാറി. ഇന്ന് കേരളത്തിൻ്റെ ഏതോ മൂലയിലിരിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തിനെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള കസ്റ്റമറിനെ കണ്ടുപിടിച്ച് അവർക്ക് അത് നടത്താൻ കഴിയുന്ന വിധം വിവരസാങ്കേതിക വിദ്യയിലൂടെ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിദൂര സാധ്യതകളെ സ്വായത്തമാക്കിയ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ കച്ചവടത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ, കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആകാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ കച്ചവടത്തിൻ്റെ സെലിബ്രിറ്റി ആകുമ്പോൾ നിങ്ങളായിരിക്കും പേഴ്സണൽ ബ്രാൻഡ്. അങ്ങനെയാകാൻ നിങ്ങളുടെ വാക്കുകളിലൂടെ അതിന് കഴിയുമോ എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്.